Watch full episodes on Jio Hotstar. Come to me. എൻ്റെ അടുത്തേക്ക് വരൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കും. നിങ്ങൾ എല്ലാവരും എൻ്റെ നിയന്ത്രണത്തിലാണ്. എണീക്കൂ. ഈ നഗരം മുഴുവൻ നശിപ്പിക്കൂ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഇവർക്ക് എന്തോ ഗാഡ്ജറ്റിന്റെ റേസ് മൂലം മെസ്സേജ് പോകുന്നുണ്ട്. ഇവരത് ഫോളോ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കിട്ടുന്ന ആ മെസ്സേജ് എവിടുന്നാ വരുന്നതെന്ന് എനിക്ക് അറിയാം. ആ അതെ, എല്ലാരും പെട്ടെന്ന് എന്റെ കൂടെ വാ. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കൂ. നിങ്ങൾ എല്ലാവരും എൻ്റെ നിയന്ത്രണത്തിലാണ്. പോകൂ, എല്ലാം നശിപ്പിക്കൂ. റേസിലെ അത് ആ ബിൽഡിംഗിലാ വരുന്ന ഫ്രണ്ട്സ്. ഇവര് മോട്ടുപതിരുമല്ലേ? അവരിങ്ങോട്ട് തന്നെയാ വരുന്നേ. അവർക്ക് എങ്ങനെ മനസ്സിലായി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്? അത് പിന്നെ സിംഹവും പുലിയും ഇരുട്ടിൽ പോലും തന്റെ ഇരയെ തേടി പിടിക്കാറില്ലേ? അതേപോലെ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പരുന്ത് വെള്ളത്തിൽ അടിയിൽ പോകുന്ന മീനിനെ തെരഞ്ഞു വന്ന് കൊത്തി തിന്നാറില്ലേ? അതേപോലെ രാത്രി മൊത്തം ഇരുട്ടാണെങ്കിലും ഔളിന് മാത്രം തന്റെ ഇരയെ തേടി പിടിക്കാനുള്ള കഴിവില്ലേ? അതുപോലെ തന്നെ മോട്ടും പതിലും എന്ത് സംഭവിച്ചാലും അവരുടെ ഇരയെ തേടി കണ്ടെത്തും. പിന്നെ അവർക്ക് നിങ്ങളാണ് ഇര. എന്താ ഞങ്ങൾ മാത്രം, നിങ്ങൾ എന്തുകൊണ്ടില്ല? ഓഹോ, അവർക്ക് ഞാൻ അത്ര വലിയ മാറ്റർ ഒന്നും അല്ലെന്നേ. തോന്നുമ്പോഴൊക്കെ വന്ന് എന്നെ ഇങ്ങനെ തല്ലിയിട്ട് പോവും. പക്ഷെ ഇന്ന് നിങ്ങളെയാണ് അവര് ചെണ്ട വായിക്കുന്നത് പോലെ വായിക്കാൻ പോകുന്നത്. ടെറസിലേക്ക് പോ. അവർ താഴോട്ട് ഇറങ്ങി വരാൻ പാടില്ല. മിസ്റ്റർ മാഡോക്സിനെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? ആരോ മുകളിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവന്മാർക്ക് ഫൈറ്റ് കൂടാതെ ശരിയാവില്ലെന്നാ തോന്നുന്നേ. ശരി, വാ നമുക്കൊരു കൈ നോക്കാം. അടിപൊളി മോട്ടോ, കലക്ക് കലക്ക്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. എന്റെ അമ്മോ, ചങ്കേന്റെ ബ്രോ, ഞാനൊരു ഡോക്ടറാണ്. ഡോക്ടർ, നിങ്ങൾക്ക് ഒരു മാസത്തെ റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. എന്റെ അമ്മോ, ഒരു പോത്താണല്ലോ എന്റെ മേലെ വീണത്. എന്റെ കൈ ഒടിഞ്ഞിരിക്കുക. ചങ്കേന്റെ ബ്രോ, നീ വിഷമിക്കണ്ട. നീ ഇവിടെ കിടന്നോ. ഇനിയിപ്പോ ഒരാഴ്ച ഞാൻ റെസ്റ്റ് എടുക്കണമെന്നാ തോന്നുന്നത്. എന്റെ നടു ഒടിഞ്ഞിരിക്കുക ഡോക്ടർ. നിനക്ക് 1 മാസം ബെഡ് റെസ്റ്റ്. എന്റെ ഊര പൊളിഞ്ഞു. നിനക്ക് 3 ദിവസത്തെ റെസ്റ്റ് മതി. ശരി, ഒരു വിധത്തിലാ ഒരു ജോലി കഴിഞ്ഞ. വലിയ പേഷ്യന്റുകൾ വരുന്നുണ്ട്. ഇടിക്കാൻ വന്ന എല്ലാവരും ഔട്ടായോ? അപ്പൊ എത്രയും പെട്ടെന്ന് മാഡോക്സിനെ എണീപ്പിക്കണം. ഇനി പറയേ, ഇവിടെ എന്താ ഈ നടക്കുന്നതെന്ന്? ആനിമൽസിന് എങ്ങനെയാണ് ജീവൻ വെച്ചത്? എന്തിനാണ് ആ ജീവികളെ കൊണ്ട് ഈ നാട് മുഴുവൻ നശിപ്പിച്ചത്? അതിനെല്ലാറ്റിനും ഉപരി നിന്റെ ബോസ് ആരാണ്? ഇവന്റെ തലച്ചോറിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നത്. ആരാണ് സംസാരിക്കുന്നത്? പെട്ടെന്ന് പറ, ആരാ സംസാരിക്കുന്നത്? പുറകിൽ നോക്കട്ടെ, പുറകില്
മേലെ പോയി ചേരുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് പോകും. ഞാൻ ഒരുപാട് കൊല്ലങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം പ്രതിമകളെ ജീവനോട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചു. ആ സമയത്താണ് ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞത്. ഫുർഫുറി നഗരത്തിനടിയിൽ റൂഡിയം മെറ്റലിന്റെ മലയുണ്ടെന്ന് അറിഞ്ഞത്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ മെറ്റൽ. അതിനു വേണ്ടിയാണോ നീ ആനിമൽസിനൊക്കെ ജീവനോടെ പറഞ്ഞയച്ചത്? അത് കണ്ടിട്ട് ഫുർഫുറി നഗറിലെ ആളുകളൊക്കെ പേടിച്ചോടണമല്ലേ? അതിനുശേഷം മുഴുവൻ റോഡിയം മെറ്റലും നീ ഒറ്റയ്ക്ക് കൈക്കലാക്കാൻ ശ്രമിച്ചു. നീ ഒരു ബുദ്ധിവാൻ തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയല്ലോ. മിസ്റ്റർ മെഡോക്സ്, ഉടൻ തന്നെ ആനിമൽസിനെ കൺട്രോൾ ചെയ്ത് അവരെ ശാന്തമാക്ക്. ഇല്ലെങ്കിൽ അത് നിനക്ക് ഒട്ടും നല്ലതായിരിക്കില്ല. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ മത്സരിക്കാൻ തയ്യാറായതുപോലെ തോന്നുന്നു. Come on, let's fight. Attack! മോട്ടു എന്റെ കൂട്ടുകാരെ നീ തല്ലിയല്ലേ? Come on, fight. എഴുന്നേക്ക് പത്തുലു, എഴുന്നേക്ക്. ബഡോക്സിനെ തകർത്ത് തരിപ്പണമാക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. നിങ്ങൾ എന്നെ എന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല. എന്താ ഈ സംഭവിക്കുന്നത്? ഡോക്ടർ ചേട്ടാ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അയ്യോ, വേണ്ട, വിട്ടേക്ക്. അയ്യോ. മോട്ടു പത്ലു വേഗം എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ, അല്ലെങ്കിൽ ഇയാള് നമ്മളെ കത്തി ചാമ്പലാക്കുന്നേ. അതേ പത്തിന് പേരും വീട്ടിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് അറിയില്ലേ? എന്തെങ്കിലും പെട്ടെന്നൊന്ന് ആലോചിക്ക്. ഐഡിയ മോട്ടു, കേൾക്ക. പിടിച്ചോ.
എന്ത് കാര്യ നീ ചെയ്തത്? എല്ലാരും കൂടി ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. എന്റെ സ്വപ്നങ്ങൾ തകർത്തില്ലേ? പൊളിച്ചെടുത്തല്ലോ. അത് പോയതോടെ അയാളുടെ കയ്യിലുള്ള ശക്തിയൊക്കെ വിട്ടുപോയിന്നാ തോന്നുന്നേ. ഇപ്പൊ നിങ്ങളെല്ലാവരുമാണ് നെട്ടാൻ പോകുന്നത്. നിങ്ങൾ എന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും പൂർത്തിയാകാൻ പോകുന്നില്ല. ഫുർഫുറി നഗർ മുഴുവനും നശിക്കാൻ പോവുകയാണ്. കാരണം എന്റെ ഡയമണ്ട് തകർന്നതിന് ശേഷം ഇനി എന്നെ കൊണ്ടും ആ മൃഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. ഇനി അവരുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും ചെയ്യും. മിസ്റ്റർ മാഡോക്സ്, യു ആർ അണ്ടർ അറസ്റ്റ്. മനസ്സിലായോ? എന്താ സാറേ, കേൾക്കുന്നുണ്ടോ? ഒരുപാട് താമസിച്ചു പോയല്ലോ. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. മോട്ടു, ഇവൻ അടിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒന്ന് ആലോചിക്കട്ടെ. ഐഡിയ. ഡോക്ടർ ജഡ്ക, മിസ്റ്റർ മാഡോക്സിന്റെ കണക്ക് പ്രകാരം ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം മൊത്തം നശിക്കുമെന്നാ തോന്നുന്നേ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആന്റിഡോട്ട് കണ്ടെത്താൻ കഴിയുമോ? അതുമൂലം ആ ആനിമൽസിനെ വീണ്ടും സ്റ്റാച്ചു ആക്കാൻ കഴിയോ? എന്റെ 10 മിനിറ്റ് ചങ്കേന്റെ ബ്രോ, എനിക്ക് കുറച്ച് സമയം താ. ഞാൻ ഇവന്റെ ഗാഡ്ജറ്റ്സ് നന്നായിട്ട് സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നേ. എന്ത് ഗാഡ്ജറ്റാ അത്? ഈ ഗാഡ്ജറ്റ് ആണ് സർ. പക്ഷേ ഇത് പൊട്ടിപ്പോയിരിക്കുകയാണല്ലോ. വിഷമിക്കണ്ട അപ്പ, ഡോക്ടർ ജഡ്ക ഗാഡ്ജറ്റ് എങ്ങനെയാലും ശരിയാക്കി തരും. ഹി ഈസ് ദി ബെസ്റ്റ്. ആന്റിഡോട്ട് എത്രയും പെട്ടെന്ന് ഞാൻ റെഡിയാക്കാം. എന്നാ ശരി, അതിനകം ഞങ്ങൾ ആ ആനിമൽസിനെ ഫുർഫുറി നഗറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാം. ഇനി ഈ നഗരത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. വരൂ മോട്ടു. Watch India's largest kids library only on Jio Hotstar. Download the app now.